വിയറ്റ്നാമിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ വിയറ്റ്നാമിലെ യുദ്ധഭൂമിയായിരുന്ന കൂച്ചി ഫോറസ്റ്റും കൂച്ചി ടണലും ഒറിജിനൽ AK-47 ഉപയോഗിച്ചുള്ള ഫയറിംഗും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പോക്കാണിത്. അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ വിയറ്റ്നാം പാർട്ട് 1 കണ്ടാൽ മതി. ഇനി നമ്മള് വിയറ്റ്നാമിലെ ഗ്രാമ കാഴ്ചകൾ കാണാൻ പോവാണ്. ഒരു കൊച്ചു ആലപ്പുഴ ഫീലൊക്കെ ഇവിടെ ഉണ്ടോന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ. അങ്ങനെ ഞങ്ങള് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് മേക്കോങ്ങിൽ എത്തിയിട്ടോ. ഇവിടെ എത്തി കഴിഞ്ഞപ്പോ പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ. അപ്പൊ ഞങ്ങളൊരു റെയിൻകോട്ട് ഒക്കെ ഇട്ട്, എനിക്കാണെങ്കിൽ നീലക്കുറുക്കന്റെ പോലത്തെ കളറുള്ള ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മള് സെറ്റായി ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് ഈ മഴയത്ത് ബോട്ട് യാത്ര എൻജോയ് ചെയ്യാം. അങ്ങനെ ഞാനും ജാക്കറ്റ് ഇട്ടു, നമ്മുടെ ബോട്ട് പേറിന്ന് എടുത്തു. ഇനി നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഹൃദയമിടിപ്പെന്ന് പറയാൻ പറ്റൂ ഈ പുഴയെ. ഏകദേശം 6 രാജ്യങ്ങളിലായിട്ട് 60 മില്യണിന് മുകളിൽ ഈ പുഴയുടെ സൈഡിലായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുഴയ്ക്ക് മുകളിലൂടെയാണ് നമ്മുടെ ഈ ബോട്ട് യാത്ര. ലോകത്തിലെ 12ാമത്തെ ഏറ്റവും വലിയ പുഴയാണ് ഇത്. ഈ വെള്ളം ഇങ്ങനെ ചെളിയാവാൻ പല കാര്യം ഉണ്ടാവും. ഇത് കുറെ രാജ്യങ്ങളിൽ കൂടെ ഒഴുകി വരുന്ന പുഴയാണ്. ചൈന, മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ്, കംബോഡിയ വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം വിയറ്റ്നാം. ക്യാപ്റ്റൻ ബൈ. ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലെത്തി. ആദ്യത്തെ സ്പോട്ടാണ് ഏതോ ഒരു അമ്മേ. ഇവിടെ നിന്നപ്പോ ഇത് താന്നുപോയി. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട് വൈബേഷായിരുന്നു. ഇനി നമുക്ക് വല്ല കൈക്കേഷൻ ചെയ്യാം. ഇവിടെ മഴ പെയ്താലും പെയ്തില്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ കളർ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അടുത്ത കുട്ടി ബോട്ട് വന്നിട്ടുണ്ട്. 2 ബോട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് വലിയ ബോട്ട്, 2 ചെറിയ ബോട്ട്. ഗ്രിപ്പ് നോക്കി ഇറങ്ങിയാൽ മതി. ഒരു കാര്യം അറിയോ, വിയറ്റ്നാമിന്റെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഈ മാക്കോങ് ഡെൽറ്റ. ഈ രാജ്യത്തിന്റെ പകുതിയിൽ കൂടുതൽ അരി കൃഷി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണിത്. ഈ ബോട്ടിൽ വന്നപ്പോഴേ ചെളിവെള്ളമായിട്ട് കുറച്ച് അടുത്തുള്ള ബന്ധമാണ്. നേരത്തെ ചെളിവെള്ളമായിട്ട് അകലെയുള്ള ബന്ധമായിരുന്നു. അങ്ങനെ ബോട്ട് കൊണ്ടുവന്നൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകാം. എന്തായാലും നല്ല ചക്കയൊക്കെ കായ്ച്ചു കിടപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ, നിറയെ ഫലവൃക്ഷാദികൾ, പുഷ്പലതാദികൾ എല്ലാവരും ഉണ്ട്. വിശപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലാവിഷ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഒരു മുഴുവൻ മീനിനെ കിടത്തി പൊരിച്ചിട്ട് എടുത്ത് കുത്തി നിർത്തി. പിന്നെ കാലും വയാലും തലയൊന്നും കളയാത്ത 3 കൊഞ്ച്, പിന്നെ കുറച്ച് വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം ഇട്ട് തന്നേക്കുന്നത്. പിന്നെ വിയറ്റ്നാമീസ് സ്റ്റൈൽ പാൻകേക്ക്. അതിനകത്ത് എന്തൊക്കെയോ അകത്ത് തേപ്പാ, അകത്ത് വെജിറ്റബിൾസ് ഒക്കെ തന്നെ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടി ഞങ്ങള് ലഞ്ച് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും മഴ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ മഴ പെയ്യൂല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. മഴയൊക്കെ ഒന്ന് തുറന്നു. ആ ബോട്ടിൽ നിന്ന് നേരെ വന്ന് അടുത്ത സ്ഥലത്തോട്ട് ഇറങ്ങി. ഓക്കെ, നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. ഇനി നമ്മളൊരു വിയറ്റ്നാമീസ് വില്ലേജ് എങ്ങനെയാണെന്നാണ് കാണുന്നത്. ഇതാണ് വിയറ്റ്നാമീസ് പട്ടി. നമ്മൾ കുതിരപ്പുറത്താണ് പോണത്. നമ്മുടെ കുതിര വരാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കുതിരയാന്ന് തോന്നുന്നു ഓണക്കടിച്ച് വരുന്നുണ്ട്. ഞങ്ങളുടെ കുതിരവണ്ടി വന്നു കേട്ടോ, ബ്രൗൺ കുതിര. അയ്യോ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, കുതിരവണ്ടി തിരിച്ചുപോയി. ഇല്ല, അയ്യോ കുതിരവണ്ടി എടുത്തു. കാർത്തികോട് സുരേഷ് ഗോപി കളിച്ചിരിക്കുക, കുതിരവണ്ടി എടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ കുതിരപ്പുറത്ത് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കുതിര ഒരു ചേച്ചിയാണ് ഓടിക്കുന്നത്. കുതിരേന്നിറങ്ങി ഞങ്ങൾ എത്തിട്ടോ. നമ്മളിനി ഇവരുടെ ഒരു മ്യൂസിക്കും പിന്നെ ഒരു കോക്കനട്ട് കുക്കിയൊക്കെ ട്രൈ ചെയ്യാൻ പോവാ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വീടുകളും നാട്ടിലത്തെ പോലത്തെ ചെടികളും ഒക്കെ തന്നെയാട്ടോ. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതും അതും ഇതൊക്കെ. ഇനി നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണോ എന്ന് പോയി നോക്കാം. ഒരു പാലം വന്നിട്ടുണ്ട്. നമ്മളിനി പാലത്തേക്കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറം കിടക്കാൻ. അപ്പുറം കിടന്ന് കഴിയുമ്പോൾ കൂരായണെന്ന് പറയരുത്. നമ്മൾ കാത്തിരുന്ന ആ ലാസ്റ്റ് ഒരു ഫുഡ് ടേസ്റ്റിംഗ് ആയിട്ടുണ്ട്. അത് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ കുറച്ച് ഫ്രൂട്ട്സ് ആട്ടോ നമുക്ക് തന്നേക്കുന്നത്. പേരയ്ക്കുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, ചക്ക, മാങ്ങ, പിന്നെ ഇതൊരു ചീടയൊക്കെ ഒരു വേറെ കൈൻഡ് ഓഫ് ഇതാണ്, പൾപ്പിയാണ് ഇൻസൈഡ്. ചക്കപ്പഴം കിടുമതിരാട്ടോ.
മധുരമുണ്ട്. നമുക്കിനി മാങ്ങ ഉപ്പിൽ മുക്കി കഴിക്കാം കേട്ടോ. കല്ലുപ്പും മുളകും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഏകദേശം തീർത്ത് കഴിഞ്ഞപ്പം ദേ നമുക്കിവിടെ നല്ല നാടൻ വിയറ്റ്നാമീസ് പാട്ട്. ഇനി കുറച്ച് പാട്ട് ആസ്വദിക്കാം. ഞങ്ങൾ മ്യൂസിക്കും ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കുഞ്ഞു ബോട്ട് നമ്മൾ വിട്ടിട്ടില്ല. ഇതുപോലെ ഒരു കുഞ്ഞ് ബോട്ടിൽ കയറി റോ റോ റോയ ബോട്ട് ഡൗൺ ദ സ്ട്രീം മെർലി 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 പാട്ടും പാടി പോകും. ഇവിടെയുള്ള ആളുകൾ ഷോപ്പിങ്ങിനായിട്ട് ഷോപ്പിംഗ് മാളുകളിലല്ല പോകുന്നത്, പകരം ഇവിടെയാണ് ഷോപ്പ് ചെയ്യുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നൂഡിൽസും അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇതാണ് ഇവരുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ നല്ല ആക്റ്റീവ് ആയിരിക്കും. കാർത്തിയാട്ടന് തുഴയുന്നേ അവിടെ വെള്ളത്തിൽ പോലും മുട്ടുന്നില്ല. ഇതിപ്പോ കാർത്തിക്ക് സാമ്പാർ ഇളക്കുന്ന പോലെയാ ഇത് തോണി തുഴയും. എനിക്ക് ഈ വെള്ളം കാണുമ്പോ ഉണ്ടല്ലോ ചായ പോലെ തോന്നുന്നു. ഒരു ഗ്ലാസ് കോരി കുടിച്ചാലോ? പാല് കരക്കെത്തിക്കോ ഒന്ന്. ഈ തോണി തുഴയുന്നവരും ഈ പണിയെടുക്കുന്നവരും ഒക്കെ പ്രായമായവരാട്ടോ. അത്യാവശ്യം നല്ല പ്രായമുണ്ട്, എന്നാലും ഇവർക്ക് കാലൊക്കെ ഇങ്ങനെ മടക്കി കൂട്ടിയൊക്കെ ഇരിക്കാം. മമ്മി ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ഞങ്ങള് കോക്കനട്ട് ക്യാൻഡി കഴിക്കാൻ പോവുക. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആട്ടോ കോക്കനട്ട് ക്യാൻഡി. ഇങ്ങനെ ഓരോന്നും ഉണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാക്കോങ് ഡെൽറ്റയെ തെങ്ങുകളുടെ രാജ്യം എന്ന് വരെ പറയാറുണ്ട്. അതിന് മാത്രം കോക്കനട്ട് പ്രൊഡക്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ക്യാൻഡീസ്, ഓയിൽസ്, ഡ്രിങ്ക്സ് ഇതൊക്കെ കിട്ടും. ഈ തേങ്ങയുടെ കാഴ്ചകളൊക്കെ എന്ത് തേങ്ങയാണ് കാണാനുള്ളതെന്ന് നമ്മൾ പറയുമെങ്കിലും വിയറ്റ്നാമിൽ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കണമല്ലോ. കോക്കനട്ട് കൊണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുവാണേ. നമുക്ക് കോക്കനട്ട് കൊണ്ട് ബേസിക്കലി കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ക്ലെൻസർ, അത് ഓയില്, സോപ്പ്, എന്നതൊക്കെ കോക്കനട്ടും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അമ്മാരി എല്ലാ സാധനങ്ങളും ക്യാൻഡിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. അതാണ് ഇത്. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ തേങ്ങാ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ച് ബോട്ടേ കയറിയേ. കരിക്ക് തന്നേക്കുവാണേ. അതിൻ്റെ സൈഡിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അവിടെ സ്ട്രോയും പിന്നെ ഇവിടെ ഒരടപ്പും വെച്ചിട്ടുണ്ട്. കണ്ടാ, അടപ്പ് തുറന്ന് സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുക. അപ്പൊ ഹോച്ചിമിൻ സിറ്റിയുടെ കാഴ്ചകള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോച്ചിമിൻ സിറ്റിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വിയറ്റ്നാമിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ ഫ്രം ഹോച്ചിമിൻ സിറ്റി, വിയറ്റ്നാം.